കളിക്കാൻ വരാം. അല്ല ആ ഗെയിം അല്ല കളിക്കാൻ അങ്ങനെ പോലത്തെ എന്റെ ജിസേൽ മാമി ഇവിടുന്ന് പോയപ്പോ ഞാൻ തുടത്തില്ല ചന്തിയിൽ അങ്ങനെ. ബിഗ് ബോസ് മലയാളം സീസൺ 7 ജിസേൽ തക്രാൾ. നമുക്കറിയാം ഏറ്റവും വലിയ കൂടുതൽ കോൺട്രവേഴ്സി നടന്ന സീസണാണിത്, ജിസേലും ആര്യനും തമ്മിലുള്ളത്. എന്തായാലും ജിസേൽ പുറത്തായി. ജിസേൽ പുറത്തായതിനു ശേഷം ജിസേലിന്റെ ആര്യന്റെ മറ്റൊരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അതിനുമുമ്പ് നമ്മൾ ലക്ഷ്മി പലതവണ പറഞ്ഞിട്ടുണ്ട്, ലിവിംഗ് റൂമിൽ വെച്ചും ലക്ഷ്മി ഈ പറയുന്ന ആര്യനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആര്യൻ ഡബിൾ മീനിങ്ങിൽ കൂടുതൽ സംസാരിക്കാറുണ്ട്, അതെനിക്ക് ഇഷ്ടമല്ല എന്നുള്ളത്. ലക്ഷ്മിയുടേതായ നിലപാട് പറഞ്ഞു അവിടെ. എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല, ഞാനത് പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ മമ്മിയോട് ഞാൻ പറഞ്ഞു കൊടുക്കും എന്നുള്ളത്. പക്ഷെ അതിനുശേഷം അതിനെ ആര്യൻ ന്യായീകരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ എനിക്കെൻ്റെ സ്വഭാവം മാറ്റാൻ പറ്റത്തില്ല എന്നുള്ളത്. അതിനുശേഷം പലതവണയും ആര്യൻ അത് പറഞ്ഞിരുന്നു, ഞാനതിന് എൻ്റെ സ്വഭാവം മാറ്റണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ആദ്യമേ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ജിസേലും ആര്യനും തമ്മിൽ ആ പുതപ്പിനടിയിൽ എന്തോ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ക്യാമറയും ഇത്രയും ക്രൂ മെമ്പേഴ്സും എല്ലാം നോക്കിയിട്ടും കാണാത്ത സാധനങ്ങളൊക്കെ ഇപ്പൊ വെളി വരുന്നുണ്ട്. അത് നമ്മളെല്ലാം കാണുന്നുമുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തായാലും എന്തൊക്കെയോ ഉണ്ട്. അതെന്തോ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ അത് കഴിഞ്ഞു. എന്നാലും നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം ഇതിനെല്ലാം ഒരാളായിരുന്നു സാക്ഷി, അനുമോള്. കുലസ്ത്രീ എല്ലാവരും കുലസ്ത്രീ എന്ന് പറയുമല്ലോ, ഈ അനുമോളായിരുന്നു അതിന് സാക്ഷി. ഓക്കെ, എന്നിട്ട് അനുമോളെ ആണെങ്കിൽ ഒരു എപ്പിസോഡ് മൊത്തം ഇട്ട് കുടഞ്ഞ് അനുമോൾക്ക് ചീത്തപ്പേര് വരെ ഉണ്ടാക്കി കൊടുത്തു അതിനകത്ത്. എന്ന് വെച്ചാൽ അനുമോൾ ഒരു CID ആണ്, ഇതിന്റെ പുറകെ നടക്കുവാണ്, പുരോഗമന ചിന്താവാദമില്ലാത്ത ആളാണ്, ഒരാണും പെണ്ണും കൂടെ കിടന്നാൽ എന്താണ് കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് അനുമോളെ ഇട്ട് നല്ല ഉരുട്ടിയായിരുന്നു. ഓക്കെ, പക്ഷെ അനുമോള് എത്ര ഉരുട്ടിയാലും ഞാൻ കണ്ടതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞതോടെ അവിടെ എല്ലാവരുടെയും ചീട്ട് കയറി, അത് വേറെ കാര്യം. പക്ഷെ അതിനുശേഷം ഇപ്പോൾ എല്ലാവരും ഈ ജിസേലും ആര്യനോട് ഉണ്ടായിരുന്ന സമയത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ സംശയങ്ങളുണ്ട്, ഞങ്ങളും കണ്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പിന്നെ ഓരോന്നായിട്ട് പുറത്തു വന്നു. ഇപ്പോഴും അതിനെക്കുറിച്ച് വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട്. വിശ്വസിക്കുന്നവർ വിശ്വസിക്കാം, വിശ്വസിക്കാത്തവർക്ക് വിശ്വസിക്കാതിരിക്കാം, എന്തോ ആയിക്കോട്ടെ. ഇപ്പൊ നമുക്ക് ക്യാമറ കൊണ്ടുപോയി ഈ പുതപ്പിന്റെ അടി കൊണ്ട് വയ്ക്കാൻ പറ്റത്തില്ലല്ലോ. എന്നാലും ചില സാഹചര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ചില കാര്യങ്ങൾ. അതിനിപ്പം MBBS പഠിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ആർക്കും. അത് ഒരുമാതിരി സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവും അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അതിനെ ഇപ്പം ക്യാമറ കൊണ്ട് അകത്ത് വെച്ചാലേ കണ്ടാലേ ഞങ്ങൾ വിശ്വസിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് നമുക്കൊന്നും പറയാനില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം വിശ്വസിക്കാതിരിക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം. എന്നാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഇപ്പൊ ഏഷ്യാനെറ്റ് പുറത്ത് വിട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നതാണ്. ഇതിപ്പോ എന്തിനാണ് ഇപ്പൊ പുറത്ത് വിട്ടതെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഇന്ന് ജിസേൽ കൊച്ചിയിലേക്ക് വരുന്നുണ്ട്, ഒരു കോൺട്രവേഴ്സി കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. എന്തോ ആയിക്കോട്ടെ, നമുക്ക് അതൊന്ന് കാണാം. അവിടെ ജിസേൽ കിടക്കുന്നു. ഓക്കെ, അടുത്ത് ആര്യനും ഉണ്ട്. അതിനുശേഷം ആ പുതപ്പിനകത്ത് കൈ അനങ്ങുന്നുണ്ട്. കൈ മുന്നോട്ടാണ് അനങ്ങുന്നത്, ഈ സൈഡിലാണ് അനങ്ങുന്നത്. പുതപ്പ് കുറച്ച് ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഓക്കെ, അതിനുശേഷം കുറച്ചും കൂടെ പുതപ്പ് പൊക്കി കംഫർട്ട് ആകുന്നു. അതിനുശേഷം കൈ എടുത്ത് കെട്ടിപ്പിടിക്കുന്ന രീതിയിൽ വെക്കുന്നു. ഓക്കെ, എനിക്കവിടെ അവർ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഓക്കെ, ഇപ്പം കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് തെറ്റാണോ? ഒരിക്കലുമല്ല. കെട്ടിപ്പിടിച്ച് കിടക്കാം, ആര് പറഞ്ഞു വേണ്ട എന്നുള്ളത്? പക്ഷെ അത് നമ്മൾ അംഗീകരിക്കുക കൂടി വേണം. പറയുമ്പോൾ ജിസേൽ ഇങ്ങനെ കിടക്കുന്നു, ചരിഞ്ഞു കിടക്കുന്നു, ഞാനും ചരിഞ്ഞു കിടക്കുന്നു, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഇതും ഇല്ല എന്ന് ആര്യൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. അതും അനുമോള് പറയുമ്പോൾ തന്നെ അനുമോളെ ക്രോസ് ചെയ്യാനായിട്ട്, എന്ന് വെച്ചാൽ അനുമോൾക്ക് ഞങ്ങളോടുള്ള അസൂയാണ് ഈ കാണിക്കുന്നത്. അനുമോള് ഞാനും ജിസേലും തമ്മിൽ ഭയങ്കര കൂട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കുറച്ച് നാടകമൊക്കെ കളിച്ചിരുന്നു. അത് നാടകമൊക്കെ ആണെന്ന് പിന്നെ പലർക്കും മനസ്സിലായി. എന്തായാലും ഇതിൽ നിന്ന് ഇപ്പൊ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല. ഇനി ഇതിപ്പോ കാണുമ്പോഴത്തേക്ക് ചിലർ പറയും ഷീറ്റ് എടുത്ത് അങ്ങനെ ഇട്ടതാണ് ഇങ്ങനെ ഇട്ടതാണൊക്കെ. അതൊന്നുമല്ല, കെട്ടിപ്പിടിച്ച് തന്നെ കിടക്കുമായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അപ്പം ഇതിന് സമ്മതിച്ചാൽ മതി. ഇത് തന്നെയാണ് ഇവിടെ കുലസ്ത്രീയായ, എല്ലാവരും കുലസ്ത്രീ എന്ന് പറയുന്ന ഈ അനുമോളും പറഞ്ഞത്. നിങ്ങൾ ആരും കാണാത്തത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് ഉറച്ചു നിന്നതും. അതിനുശേഷം മറ്റൊരു കാര്യമുണ്ട്, നോറയുടെ ബാക്കിൽ ഈ പറയുന്ന ആര്യൻ ഒന്ന് തട്ടുന്നുണ്ട്. തട്ടിയതിന് ശേഷം ആര്യൻ പറയുന്ന കുറച്ച് ഡയലോഗുണ്ട്, നിങ്ങളെല്ലാവരും കേട്ട് കാണും, എന്നാലും നമുക്ക് ഒന്നും കൂടി കേൾക്കാം. പിന്നെ ഇതിനകത്ത് ഞാൻ നോറയെയും കുറ്റം പറയും. കാരണം മറ്റൊന്നുമല്ല, നോറ ആര്യനോട് ഒരുപാട് അടുക്കുന്നുണ്ട്. ആര്യന്റെ ഈ പ്രവൃത്തിക്കെല്ലാം
എന്നുവെച്ചാൽ ഈ ഡബിൾ മീനിങ് സംസാരത്തിനാണെങ്കിലും ഒക്കെ ഈ നോറയും കൂട്ടു നിൽക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്. ഒരാള് ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് പറയാം നമുക്കത് ഇഷ്ടമല്ല എന്നുള്ളത്. പക്ഷെ നോറ അങ്ങനെ പറയാത്തത് കൊണ്ട്, സോറി നോറയല്ല നൂറ അങ്ങനെ പറയാത്തത് കൊണ്ട് നമുക്ക് പിന്നെ അതിനകത്ത് കംപ്ലൈന്റ് ഒന്നുമില്ല. എന്നാലും നമ്മൾ ഈ കാണുന്നത് പറയണമല്ലോ. അതുപോലെ തന്നെ ആര്യൻ പറയുന്നതും കൂടെ നമുക്ക് കേൾക്കാം. ജിസേൽ മാമിയുടെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഞാൻ ജിസേൽ ആന്റി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നെ വന്ന് ഇവിടെ കിടന്ന് അങ്ങോട്ട് വേളമായിരുന്നു എല്ലാരും കൂടെ. ഇപ്പൊ എന്തായാലും ആര്യൻ തന്നെ പറഞ്ഞു ജിസേൽ മാമി എന്നുള്ള കാര്യം. ഒരു മാമി തന്നെയാണ്. ഇപ്പം ഓക്കെ ആയല്ലോ. ജിസേലിന്റെ ഫാൻസുകാർക്കെല്ലാം സമാധാനമായല്ലോ. ഞാൻ മാത്രമല്ല പറയുന്നത്, അവിടെ ആര്യനും പറഞ്ഞു ജിസേൽ മാമി എന്നുള്ളത്. ഞാൻ ജിസേൽ ആന്റി എന്നാ പറഞ്ഞത്, അവൻ മാമി ആക്കി കളഞ്ഞു. ഞാൻ മായ മോഹിനി തന്നെയായിരുന്നു മറന്നു അങ്ങനെ പോലത്തെ എന്റെ ജിസേൽ മാമി ഇവിടുന്ന് പോയപ്പോ ഞാൻ തൊടത്തില്ല ചന്തിയിൽ അങ്ങനെ അവളുടെയും തൊടത്തില്ല. പക്ഷെ അങ്ങനല്ല ഉദ്ദേശിച്ചത്. അതെ, എന്റെ ജിസേൽ മാമി ഇവിടുന്ന് പോയത് പിന്നെ ഞാൻ ആരുടെ അങ്ങനെ തുറത്തില്ലായിരുന്നു എന്നാണ് ഈ പറയുന്ന ആര്യൻ പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? പക്ഷെ ഇവിടുത്തെ കാര്യമുണ്ട്. ആ തക്കതായ സമയത്ത് നൂറ അവിടെ എന്താണ് ചെയ്യുന്നത്? നൂറ പ്രതികരിക്കുന്നില്ല. നൂറ നീയാണോ ഇങ്ങനെ ചെയ്തത് എന്ന് മാത്രം ചോദിച്ച് അവിടെ ഒരു കോംപ്രമൈസ് രീതിയിലാണ് വിടുന്നത്. അതുകൊണ്ടാണ് ആര്യൻ അവിടെ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഇതൊരു കണ്ടന്റ് ആക്കാമായിരുന്നു, അല്ലെങ്കിൽ ചോദിക്കാമായിരുന്നു, നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്, നീ അങ്ങനെ ചെയ്തത് ശരിയാണോ? ബാക്കിയുള്ളവരത്തല്ല ഇത് നോർമലി ഇതിപ്പോ അനീഷാണ് അവിടെ ചെയ്തിരുന്നെങ്കിൽ നൂറയും ആതിരയും കൂടെ അവിടെ ഭൂകമ്പം ഉണ്ടാക്കിയേനെ. ഈ ആര്യൻ ഒഴിച്ച് വേറെ ആര് ചെയ്തിരുന്നെങ്കിലും അവിടെ ഭൂകമ്പം ഉണ്ടാക്കിയേനെ. പക്ഷേ ഇവിടെ ആര്യൻ ഒരു ഗെയിം കളിക്കുന്നുണ്ട് അതിന്റെ അകത്ത്. എന്നുവെച്ചാൽ ഇത് തട്ടിയപ്പോൾ തന്നെ തിരിച്ചുവിട്ട് നീയാണ് എന്നെ തട്ടിയെന്ന് ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് ജിസേലിന്റെ പേരെടുത്തിട്ട് ഒരു തമാശ രൂപേണ അതാക്കുന്നത്. അത് ഈ ആര്യൻ എപ്പോഴും ഉള്ളതാണ്. ആര്യൻ പറയേണ്ടത് ഈ ഡബിൾ മീനിങ് ആണെങ്കിലും ചെയ്യേണ്ടതാണെങ്കിലും ചെയ്തിട്ട് അതൊരു തമാശ രൂപേണ ആക്കി എല്ലാവരെയും മുന്നോട്ടൊക്കെ എത്തിക്കും. അപ്പൊ എല്ലാവരും വിചാരിക്കും, ഒരു പയ്യൻ അവന് ചോക്ലേറ്റ് പോയി, അവനൊരു തമാശ രീതിയിൽ ചെയ്തതാണ് എന്ന് എല്ലാവരും അങ്ങ് വിചാരിക്കും. അതുപോലെ ഉള്ളൂ. ഇപ്പോഴും നമ്മൾ ഈ വീഡിയോ കാണിക്കുമ്പോൾ പറയും, അതിന് നൂറയ്ക്ക് കംപ്ലൈന്റ് ഇല്ലായിരുന്നല്ലോ, അത് തമാശ കാണിച്ചതല്ലേ എന്ന്. അവർ നൂറയ്ക്ക് തമാശ ആണെങ്കിൽ നമുക്കും തമാശയാണ്, നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ പറഞ്ഞതാണ് ഇങ്ങനെയും ഒരു മുഖം അവനുണ്ട് എന്നുള്ളത്. എന്നുവെച്ചാൽ കൂടുതൽ വെളുപ്പിക്കാൻ ഇപ്പൊ ഒരുപാട് പേരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ടാസ്ക് എല്ലാം കളിക്കുന്നുണ്ട്, ജയിക്കുന്നുണ്ട്, ഇതൊന്നും നമ്മൾ പറയുന്നില്ല. ഓക്കെ, ഇല്ലെന്നും പറയുന്നില്ല. പക്ഷെ അവിടെ കാണിക്കുന്ന കൂടി നമ്മൾ പറയണമല്ലോ. ടാസ്ക് മാത്രമല്ലല്ലോ പ്രധാനം. ജിസേലും മാമിയും ആര്യനും തമ്മിലുള്ള എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ആ ഒരൊറ്റ ഡയലോഗിൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഇനി ഇത് മനസ്സിലാകാത്തതായിട്ട് നടിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ മനസ്സിലായിട്ടും മനസ്സിലാകാത്ത പോലെ നടിക്കുന്നവരുണ്ട്. അവരെ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലെ നടന്നൊരു സംഭവമാണ് അനുമോളോട്. ഇതുപോലെ തന്നെ അനുമോളാണെങ്കിൽ അവിടെ ഈ ആര്യന്റെ കൈയിരിക്കുന്ന ഒരു തോർത്ത് പിടിച്ച് വലിക്കുന്ന സമയത്ത് അനുമോള് പറയുന്നുണ്ട്, വാ ഇവര് ലൂഡോ കളിക്കുന്നവര് അവരിപ്പോ ലൂഡോ കളിയാ കൂടുതൽ നടക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ടന്റ് ഒക്കെ വരുന്നു. കൂടുതലും ലൂഡോ കളിയാണ് ഇപ്പൊ നടക്കുന്നത്. അതിന്റെ പ്രധാന ആൾക്കാർ ആദില, നൂറ, അനുമോളാണ്. ഇവരാണ് ഈ ലൂഡോ കളിയുടെ ആൾക്കാർ. അപ്പം ഈ ലൂഡോ കളിക്കാൻ വരുന്നോ എന്നുള്ള രീതിയിലാണ് അവിടെ ആര്യനോട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ആര്യൻ ആദ്യം പറഞ്ഞു വരുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ബെഡ്ഷീറ്റ്, ആ കയ്യിരിക്കുന്ന ആ ഒരു തോർത്തോ ആണോ ബെഡ്ഷീറ്റ് ആണോ അത് പിടിച്ച് വലിക്കുമ്പം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് അടുത്തിരുന്നോണ്ട് നെവിനും ഇത് കേൾക്കുന്നുണ്ട്. പിന്നെ അനുമോളും അത് ചിരിച്ചുകൊണ്ടാണ് എടുക്കുന്നത്. വിഷയമില്ല. ഞാൻ പറയുന്നത് എനിക്കിപ്പോ വിഷയം ഉണ്ടെന്നല്ല പറയുന്നത്. ഡബിൾ മീനിങ് എന്ന് ലക്ഷ്മി പറഞ്ഞിരുന്നു. ആ ലക്ഷ്മി പറഞ്ഞപ്പോൾ പലരും ലക്ഷ്മിയെ എടുത്തിട്ട് എയറിൽ വിട്ടായിരുന്നു. അപ്പൊ ലക്ഷ്മിക്ക് അത് ഇഷ്ടമല്ല. ഇപ്പൊ ഈ സ്ഥാനത്ത് അനുമോളുടെ സ്ഥാനത്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നൂറുടെ സ്ഥാനത്തോ ലക്ഷ്മി ആയിരുന്നെങ്കിൽ ഈ കളിയൊക്കെ അങ്ങ് മാറിയേനെ. പക്ഷെ ഇവരങ്ങനല്ല. എനിക്ക് തോന്നുന്നു ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞാലും എന്തുണ്ടാക്കിയെന്ന് പറഞ്ഞാലും. പക്ഷേ ഇവിടെ അനുമോള് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ആര്യൻ ഫേക്കാണ്, ആര്യന്റെ വായിൽ വരുന്നതൊക്കെ മോശമായ വാക്കുകളാണെന്നൊക്കെ പറയുകയും, പക്ഷെ അവിടെ അനുമോളോട് ആ ഒരു വാക്ക് പറഞ്ഞപ്പോൾ ചിരിച്ചു കളഞ്ഞതായിട്ട് എനിക്ക് തോന്നി. എന്തായാലും നമുക്കൊന്ന് കാണാം. കാര്യം വരട്ടെ. എന്തുവാണ് കാണിക്കുന്നത്? കളിക്കാൻ പറ്റില്ല. കളിക്കാൻ വരാം. അല്ല, ആ ഗെയിം അല്ല, കളിക്കാൻ വരാം. ടാസ്ക് കളിക്കാൻ വരാം. ഒരു മിനിറ്റ്. അപ്പം എന്താണ് അവിടെ പറഞ്ഞത്? ആര്യൻ അനുമോളോട് ഏത് രീതിയിലാണ് പറഞ്ഞത്? പക്ഷെ അനുമോളും അത് തമാശയായിട്ടാണ് എടുത്തത്. പക്ഷെ അനുമോള് മാറി നിന്നിട്ട് പറയും അവന്റെ സ്വഭാവം ശരിയല്ല, അവൻ ഇങ്ങനെയൊക്കെ പറയും എന്നൊക്കെ പറയും. പക്ഷെ മുഖത്ത് നോക്കി അവൻ ഇങ്ങനെ പറയുമ്പം തിരിച്ചു പറയാനുള്ള ഗട്സ് ഇല്ല. അതെന്തുകൊണ്ട് അപ്പൊ ചോദിച്ചില്ല?
അത് ചിരിച്ചു വിട്ടു. അവന് മനസ്സിലായി, അത് അനുമോളുടെ മുഖം മാറുന്ന കണ്ടപ്പോഴേ അവന് മനസ്സിലായി അനുമോൾ അത് സീരിയസ് ആയിട്ട് എടുക്കാൻ പോവാണെന്നുള്ളത്. അപ്പൊ തന്നെ അവനത് വേറെ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തൊരു തമാശയാക്കി മാറ്റി. അനുമോൾക്ക് പ്രശ്നമില്ലാത്തതുകൊണ്ട് നമുക്കും പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവിടെ കാണുന്നത് നമ്മൾ പറയണമല്ലോ, ഇവന്റെ മനസ്സിലിരിപ്പ് നമ്മൾ അറിയിക്കുകയാണ്. ഇവൻ ഡബിൾ മീനിങ് പറയുന്നുണ്ടെന്ന് ലക്ഷ്മി പറഞ്ഞപ്പോൾ പലരും ലക്ഷ്മിയെ എടുത്തിട്ട് എയറിൽ വിട്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ കാണിക്കുന്നത്. എന്നുവെച്ചാല് അവിടെ ഘോരം ആര്യം പ്രസംഗിക്കുകയും ചെയ്തു, ഞാൻ ഇങ്ങനെയാണ്, എന്റെ സ്വഭാവം മാറ്റാൻ എനിക്ക് മനസ്സില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നടക്കുന്നവർക്ക് നടക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഇത് ബിന്നിയോടോ അല്ലെങ്കിൽ ഈ പറയുന്ന ലക്ഷ്മിയോടോ ഒക്കെ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു അവിടെ സംഭവിക്കാൻ ചാൻസ്? അവിടെ എന്തൊക്കെ സംഭവിച്ചേനെ എന്നുള്ളത്. ചിലപ്പോൾ ആര്യനെ പുറത്താക്കേണ്ടി വരെ വന്നേനെ അവരായിരുന്നെങ്കിൽ. അവര് പക്ഷെ ഇതുപോലെ ആര്യനുമായിട്ടൊക്കെ കമ്പനി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും ക്ലോസ് അല്ല. ഈ പറഞ്ഞ അനുമോളും നൂറയും ആദിലയും എല്ലാം ഇവനുമായിട്ട് കുറച്ച് ക്ലോസ് ആണ്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്താലും ഇവർക്കൊരു കുഴപ്പമില്ല. പിന്നെ മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം ഷാനവാസും ഈ പറയുന്ന ആര്യനും തമ്മിൽ ഒരു വഴക്കുണ്ടായിരുന്നു. ആ വഴക്കുണ്ടായപ്പോൾ ഷാനവാസ് പറഞ്ഞത്, നീ എന്റെ തള്ളയ്ക്ക് വിളിക്കുന്നത് പോലെ എനിക്ക് തോന്നി എന്ന് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഷാനവാസിന്റെ ഉമ്മ മരിച്ചു പോയതാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഷാനവാസിനല്ല ആർക്കാണെങ്കിലും ദേഷ്യം വരും. ഏത് ബിഗ് ബോസ് ഹൗസിനകത്ത് ആര് ഇങ്ങനെ പറഞ്ഞാലും ആർക്കായാലും ദേഷ്യം വരും. ചിലപ്പോൾ കൈ ഇരിക്കുന്നിടത്ത് അടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഉള്ളു ബാക്കി കാര്യം. അത് തന്നെയാണ് ഷാനവാസ് അവിടെ പറഞ്ഞത്. നിന്നെ ഞാൻ അങ്ങനെ എനിക്ക് കേട്ടതുപോലെ എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് വഴക്കിന് വന്നത് എന്നുള്ളത്. ഇവൻ പറഞ്ഞിട്ടും ഇവൻ ന്യായീകരിച്ച പല സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇവിടെ അനുമോള് പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം. ഇന്ന് ഷാനവാസ്കയുടെ അമ്മ വിളിച്ചു എന്ന് ഷാനവാസ്ക തോന്നി എന്ന് പറയുന്നുണ്ട്. അവൻ പറഞ്ഞു വിളിച്ചിട്ടില്ല എന്ന്. നമ്മൾ ആരും കണ്ടിട്ടില്ല. നിൽക്കുന്നതേ പറയട്ടെ, നമ്മൾ ആരും കണ്ടിട്ടില്ല. പക്ഷെ അവൻ വിളിക്കുന്നവനാണ്, അവൻ വിളിക്കുന്നുണ്ട്. എന്നെ വിളിച്ചത് ഒരു കയ്യിലുണ്ട് എന്നെ വിളിച്ചത്. അത്രേ ഉള്ളൂ. ഇവൻ വിളിച്ചാലും വിളിച്ചില്ലെങ്കിൽ ഇവൻ വിളിച്ചില്ലെന്നേ പറയുന്ന മോനാണ്. അവൻ അങ്ങനെ അഭിനയിച്ച് നിൽക്കാൻ പറ്റി. ഇത്രയും ഷൗട്ട് ചെയ്ത് ഇത്രയും വലിയ ബിൽഡൊക്കെ കൊടുത്ത് ഭയങ്കര സംഭവം നിൽക്കുന്നില്ലേ, അതൊക്കെ ഷോ ഓഫ് അവന്റെ. അതിൽ വീഴില്ല, ഞാൻ വീഴത്തില്ല. അതിൽ ഞാൻ ഒന്നും മിണ്ടാതിരുന്നത്. അനുമോള് പറഞ്ഞത് ഇവൻ ഷാനവാസിക്കയുടെ ഉമ്മാക്ക് പറഞ്ഞു എന്നുള്ളത് ഷാനവാസിക്ക കേട്ടതുപോലെ തോന്നി എന്നാണ് പറഞ്ഞത്. അത് നമ്മൾ ആരും കണ്ടിട്ടില്ല, പക്ഷെ തോന്നി എന്ന് പറഞ്ഞു. ഇവൻ അങ്ങനെ വിളിക്കുന്നവനാണ്, ഇവൻ എന്നെ വിളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അവിടെ. ഓക്കെ, അപ്പൊ ഇവൻ ഇങ്ങനെ വിളിക്കുന്നവനാണല്ലോ. അപ്പോൾ അവന്റെ വായിൽ നിന്ന് അത് വീണിട്ടില്ല എന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ബീബി കട്ട് ചെയ്ത് കളഞ്ഞതൊക്കെ ആയിരിക്കാം. എന്തോ ആയിക്കോട്ടെ, ഷാനവാസിന് അങ്ങനെ തോന്നി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടുന്ന് ബാക്കി നിന്നവരെല്ലാം ഷാനവാസിനോട് എതിരുള്ളവരാണ്, ലക്ഷ്മി ഉൾപ്പെടെ ഉള്ളവര്. അപ്പൊ ഷാനവാസിന് അത് തോന്നി എന്ന് ഷാനവാസ് പറഞ്ഞിട്ടാണ് ഷാനവാസ് അവിടെ വഴക്കുണ്ടാക്കുന്നത്. ഷാനവാസ് എന്നല്ല, നമ്മളാണെങ്കിലും ആ സമയത്ത് ഏത് രീതിയിൽ പ്രതികരിക്കുന്നു നമുക്ക് പോലും പറയാൻ പറ്റത്തില്ല. തള്ളയെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഷോ എന്ന് ആരിലും നോക്കുവോ? ഇവിടെ അനുമോള് പറയുന്നത് ഇവനെ ഇങ്ങനെയൊക്കെ പറയും, എന്നെയും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ആര്യന്റെ പല മുഖങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ആര്യൻ എല്ലാവരും പറയുന്നുണ്ട് പോസിറ്റീവായി, ആര്യൻ നല്ല ഭയങ്കരമായിട്ട് ഗെയിം കളിക്കുന്നു, ജിസയില് പോയതിന് ശേഷം ഗെയിം കളിക്കുന്നു എന്നുള്ളത്. ഗെയിം കളിക്കുന്നുണ്ട്. സാബു ചോദിച്ചതുപോലെ ആരാണ് ഏറ്റവും കൂടുതൽ ടാസ്ക് ജയിച്ചിട്ട് ഇവിടെ വിന്നർ ആയിട്ടുള്ളത്? ഒന്നുമല്ല. ബിഗ് ബോസ് എന്ന് പറയുന്നത് ടാസ്ക് ഷോ അല്ല. ടാസ്ക് കൊണ്ട് മാത്രം ഒരാൾ ജയിക്കുമെന്ന് പറയുന്നത് നടക്കാത്ത സംഭവമാണ്. ബിഗ് ബോസ് എന്ന് പറയുന്നത് മൈൻഡ് ഗെയിം തന്നെയാണ്. ആ മൈൻഡ് ഗെയിമിൽ ആര് വിൻ ചെയ്യുന്നു, ജനങ്ങളുടെ സപ്പോർട്ട് നേടുന്നു എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ 10 ടാസ്ക് ജയിച്ചു കഴിഞ്ഞാൽ ഉടനെ വലിയ പ്ലെയർ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ അത് വോട്ടൊന്നും കിട്ടത്തില്ല. ഓക്കെ, പക്ഷെ ആദ്യം മുതലേ ഈ പറയുന്ന ആര്യൻ ഒരു സ്റ്റാൻഡ് പിടിച്ച് ഈ ജിസൈലുമായിട്ട് കൂടാതെ ഇവന്റെ ഇങ്ങനെയുള്ള ഡബിൾ മീനിങ്ങും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാറ്റി വെച്ച് ഇവനൊരു ഗെയിമറായിട്ട് മുന്നോട്ട് വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇവൻ ടോപ്പ് 5 വന്ന് ചിലപ്പം ടോപ്പ് 2 വന്നേക്കാമായിരുന്നു. പക്ഷെ ടോപ്പ് 2 വരാൻ ചാൻസ് കുറവാണ്. ഇനിയിപ്പോ ടോപ്പ് 5 വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാൻസ് ഉണ്ട്, ചാൻസ് ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ എനിക്കൊരു വലിയൊരു പ്ലെയർ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഈ വെളിയിലൊക്കെ എല്ലാവരും പറഞ്ഞ പോലെ വലിയൊരു പ്ലെയർ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പൊ ജിസൈൽ പോയതിന് ശേഷം കുറച്ച് നല്ലതുപോലെ ഗെയിം കളിക്കുന്നുണ്ട്. നേരത്തെ ജിസൈലിന്റെ തുണിയൊക്കെ നനച്ചിങ്ങനെ നടക്കുമായിരുന്നു, ആ ഒരു അണ്ടറിലായിരുന്നു. അതിന്റെ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതുപോലെ തന്നെ ഇവന്റെ വായിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങൾ, ആ വർത്തമാനങ്ങൾ ഇവന്റെ വായിൽ നിന്ന് വന്നാലും ഇവൻ അതിനെ നേരെ വേറൊരു രീതിയിലേക്ക് ട്വിസ്റ്റ് ചെയ്യാൻ ഇവൻ മിടുക്കനാണ്. ആ മിടുക്കിന് കൂട്ടു നിൽക്കാൻ ഇപ്പൊ ഇവൻ പറഞ്ഞത് വിശ്വസിക്കും. ഇപ്പം ഷാനവാസിനോട് എതിരുള്ളവരാണ് അവിടെ ഏറ്റവും കൂടുതൽ, അനീഷിനോട് എതിരുള്ളവരാണ് അവിടെ ഏറ്റവും കൂടുതൽ, അതുപോലെ തന്നെ അനുമോൾക്കും എതിരുള്ളവരാണ് അവിടെ ഏറ്റവും കൂടുതൽ. വെച്ചാൽ ലക്ഷ്മി, ബിന്നി, അക്ബർ, നെവിൻ, ഇവരെല്ലാം ഒരു ടീമാണ്. അപ്പൊ ടീം ഇവിടെ ഒരു വിഷയമല്ല. പക്ഷെ ഇവരെ സത്യം എന്തുവാ കള്ളം എന്തുവാണെന്ന് മനസ്സിലാക്കത്തില്ല. ആ ഒരു സാഹചര്യത്തിൽ അവിടെ ഇപ്പം ഇവൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവരെല്ലാവരും കേട്ടിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഒന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് ആര്യനെ കുറ്റപ്പെടുത്തി ഇപ്പം ഷാനവാസ് ആയതുകൊണ്ടോ അനീഷോ ഒക്കെ ആണെങ്കിൽ എതിർ സൈഡിലാണെങ്കിൽ അവർ പോലും അതിനെ ന്യായീകരിക്കത്തേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ വിഷയങ്ങൾ. നൂറയുടെ
ബാക്കിൽ ടച്ച് ചെയ്ത വിഷയം, ടച്ച് ചെയ്തല്ല അടിക്കുമായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ അനുമോളോട് പറഞ്ഞ ആ ഡബിൾ മീനിങ്, ഓക്കെ, ഇവർക്കൊന്നും ഇത് വിഷയമില്ല. പക്ഷെ ഇത് മറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇത് അനീഷോ ഷാനവാസോ അറിയാതെ പോലും ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയ വിഷയമാക്കി എടുത്തേനെ. അല്ലെങ്കിൽ അറിയാതെ തന്നെ വായിൽ നിന്ന് ഇങ്ങനൊരു ഡബിൾ മീനിങ് വല്ലതും വീണാൽ അവിടെ ഭൂകമ്പം ഉണ്ടായേനെ. അപ്പം എല്ലാവരും ഇവിടെ ഒരു ഗ്രൂപ്പിസത്തിന്റെ അണ്ടറിലാണ്. അല്ലാതെ ഞാൻ ഒറ്റയ്ക്കാണ് കളിക്കുന്നത്, മറ്റേയാൾ ഒറ്റയ്ക്കാണ് കളിക്കുന്നത് എന്ന് ആർക്കും പറയാനുള്ള അവകാശമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത് മറ്റുള്ളവരാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇതൊരു വലിയ വിഷയമാക്കി ഇഷ്യൂ ആക്കി പോയേനെ. ഈ പറഞ്ഞ അനുമോള് തന്നെ വിഷയമാക്കിയേനെ, ഈ പറഞ്ഞ നൂറയും വിഷയമാക്കിയേനെ. പക്ഷെ അത് ആര്യനായതുകൊണ്ട് ഇവർ ചിരിച്ചു തള്ളുന്നു. നൂറയ്ക്ക് ആര്യനോട് അല്ലെങ്കിലും ഒരു താല്പര്യം ഉണ്ടായുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഇതെല്ലാം 24/7 വെളിയിലിരുന്ന് നമ്മളെല്ലാവരും കാണുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു ചെറിയ പോയിന്റ് പോലും നമ്മൾ ശ്രദ്ധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് അവിടെ വിഷയമില്ല. ഇപ്പൊ ഞാൻ ഈ വീഡിയോ വിചാരിക്കും അനുമോൾക്ക് വിഷയമില്ലല്ലോ, നൂറയ്ക്ക് വിഷയമില്ലല്ലോ, നിങ്ങൾക്ക് എന്താണ് വിഷയം എന്ന് ചോദിക്കും. പക്ഷെ അവിടെ കാണുമ്പോൾ ഈ ആര്യന്റെ ഡബിൾ സ്റ്റാൻഡ്, പറഞ്ഞിട്ട് പറഞ്ഞില്ല എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡുണ്ട്. ഞാനിവിടെ ഇത് കാണിക്കാൻ കാര്യം, ലക്ഷ്മിയെ അന്ന് എല്ലാവരും കുറ്റപ്പെടുത്തുന്ന കണ്ടത്. ലക്ഷ്മി ഇപ്പം ഡീസന്റ് ആണെന്നോ, ലക്ഷ്മി ഇപ്പൊ അവിടെ ഭയങ്കര ഗെയിമർ ആണെന്നോ, ലക്ഷ്മി ചെയ്യുന്നതെല്ലാം ശരിയാണെന്നോ എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ലക്ഷ്മി അവിടെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിനെ കൗണ്ടർ ചെയ്തപ്പോൾ ആര്യനെ കുറെ പേര് സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടായിരുന്നു. അവർക്കുള്ള മറുപടി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.